ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ അലീനയുടെയും മനുശങ്കറിൻ്റെയും നമ്മുടെ വൈജയന്തിയുടെയും രോഹിത്തിൻ്റെയൊക്കെ നാളെ വരാനിരിക്കുന്ന മഴതോരും മുമ്പ് സീരിയലിൻ്റെ ഒരു എപ്പിസോഡ് പ്രൊമോ കേട്ട് നോക്കിയാലോ. അങ്ങനെ നമ്മുടെ രോഹിത്തിൻ്റെ ആരോഗ്യനില അത്ര ബെറ്ററൊന്നും അല്ല കേട്ടോ. ദിവസേന അങ്ങോട്ട് ചെല്ലും തോറും ഈ ആഹാരമൊന്നും നന്നായിട്ട് കഴിക്കാത്തതിൻ്റെയൊക്കെ ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കൊണ്ടാണെന്ന് തോന്നുന്നു രോഹിത്തിനൊരു വല്ലാത്ത ഒരു ശാരീരിക അസ്വസ്ഥതയും ആ ടെമ്പറേച്ചറിനൊക്കെ ഒരു ഇച്ചിരി പനി വരുന്ന പോലെയൊക്കെ ഉള്ളൊരു ഫീലിങ്സ് ആയിരുന്നു. ശരിക്കും ആഹാരം നന്നായിട്ട് കഴിക്കുന്നില്ല. പിന്നെ അത് മാത്രവുമല്ല, പോലീസുകാർ നന്നായിട്ട് ഇടിച്ച് പിഴിഞ്ഞതിൻ്റെ ആ ഒരു ചതവും പിന്നെ നാട്ടുകാരുടെ ഇറങ്ങി ഓടിയപ്പോൾ നാട്ടുകാരെടുത്തിട്ട് പെരുമാറിയതിൻ്റെ എല്ലാം കൂടെ ആയപ്പോൾ ആ ശരീരത്തിന് വല്ലാത്തൊരു നീർക്കെട്ടും കാര്യങ്ങളും കെട്ടിയതിൻ്റെയൊക്കെയാണെന്ന് തോന്നുന്നു. മൊത്തത്തിലൊരു വല്ലായ്മയും കാര്യങ്ങളായിരുന്നു രോഹിത്തിന്. അങ്ങനെ നമ്മുടെ രോഹിത്തിന് ഒരു ദിവസം രാവിലെ എണീറ്റപ്പോൾ തൊട്ട് നന്നായിട്ട് പനിക്കുകയാണ്. നമ്മുടെ അലീന വേണ്ടുന്ന പോലെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് കയറിയത് തന്നെയാണ് പോകുന്നത്. പക്ഷെ അവന് വല്ലാത്തൊരു ചുമയും വല്ലാത്തൊരു നീർക്കെട്ടൊക്കെ പിടിക്കുന്ന പോലെയുള്ളൊരു ചങ്കിൻ്റെ നീർക്കെട്ടൊക്കെ പിടിച്ചതുപോലെയുള്ളൊരു ബുദ്ധിമുട്ടാണ്. ഉറക്കത്തിലാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിഞ്ഞും മറിഞ്ഞൊക്കെയാണ് കിടക്കുന്നത്. അപ്പോൾ ഇതേ സമയം നമ്മുടെ ബബിത വൈജയന്തിയുടെ അടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ട്, അമ്മ രോഹിത്തേട്ടന് ഒട്ടും പറ്റുന്നില്ല എന്ന് തോന്നുന്നു, പനി കൂടുതലാണ്. ഇത് കൊള്ളാം, പനി കൂടുതലായ ഇവിടെ പിടിച്ചിട്ടൊക്കെയാണോ വേണ്ടത്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അതിന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ കൂട്ടാക്കുന്നില്ല. ശുശ്രൂഷിക്കാൻ അലീന ചേച്ചി ഉണ്ടല്ലോ, എനിക്കറിയാം ഇപ്പം നീയൊക്കെ എല്ലാം അവളെ സെറ്റാണ് എന്നുള്ളത്. അമ്മ ഈ കുറ്റപ്പെടുത്തലൊന്നും നിർത്തിയിട്ട് ന്യായമായ കാര്യങ്ങൾ, നമ്മൾ ന്യായത്തിൻ്റെ പക്ഷത്ത് നിന്നാൽ പോരെ അമ്മ. അലീന അവരെന്ത് തെറ്റാണ് നമുക്ക് ചെയ്തേക്കണേ? നമ്മളെയൊക്കെ നോക്കുന്നേ, നമ്മളെ കെയർ ചെയ്യുന്നതാണോ? അമ്മ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്തും രോഹിത്തേട്ടനെ ജയിലിൽ കൊണ്ടുപോയ സമയത്തൊക്കെ ഈ കുടുംബം സ്വന്തം കുടുംബത്തെ പോലെ നോക്കിയതാണോ അലീന ചെയ്ത തെറ്റ്? അമ്മയ്ക്ക് അതാണോ അമ്മ കണ്ടെത്തിയ അലീനയുടെ കുറവുകൾ? ഇപ്പം തന്നെ രോഹിത്തേട്ടൻ്റെ കാര്യത്തിൽ തന്നെ നോക്ക്, ഉറക്കം പോലും ഇല്ലാണ്ട് ഉറക്കം ഒഴിഞ്ഞ് രോഹിത്തേട്ടൻ്റെ അത്രയ്ക്ക് കെയർ ചെയ്യുന്നു. ഒരു അമ്മ നോക്കുന്ന പോലെ കെയറിങ്ങാണ്. ഇത്രയും നേരമായിട്ട് അമ്മ ഒന്ന് കയറിപ്പോലും അതുവരെ പോയിട്ടില്ലല്ലോ. രോഹിത്തേട്ടന് ഇത്രയും പനിയായിരുന്നു, അമ്മ ഒന്ന് പോയി നോക്കിയെങ്കിലും ചെയ്തു എന്ന് പറഞ്ഞു. നീ പറയടി, അലീനയുടെ മഹാത്മ്യം അങ്ങോട്ട് വാഴ്ത്ത്. അവൾ ഇതൊക്കെ നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കാൻ തന്നെ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. കാരണം അവൾക്ക് നല്ലൊരു പേര് കിട്ടണം, അതിന് വേണ്ടിയിട്ട് എന്നടി എന്ന് പറഞ്ഞു. അമ്മയുടെ അടുത്ത് പറയാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ബബിത റൂമിൽ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ. വൈജയന്തിക്കാണെങ്കിൽ വല്ലാത്തൊരു ദേഷ്യമാണ്. അലീന അലീന അലീന, എപ്പോൾ തിരിഞ്ഞാലും എവിടെ തിരിഞ്ഞാലും ഈ വീട്ടിലുള്ളവർക്ക് അലീനയുടെ കാര്യം മാത്രമേ പറയാനുള്ളൂ. അലീന അങ്ങനെ ചെയ്തു, അലീന ഇങ്ങനെ ചെയ്തു, അങ്ങനെയൊക്കെ ഉള്ളൊരു ചിന്താഗതിയായിരുന്നു വൈജയന്തിക്ക്. ഇതേ സമയം നമ്മുടെ അലീന നമ്മുടെ അടുക്കളയിൽ ഒരുവിധം കിച്ചൺ പണിയൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് രോഹിത്തിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഉറക്കത്തിലാണെങ്കിൽ രോഹിത്ത് തിരിയുകയും മറിയുകയും വല്ലാണ്ട് ഇങ്ങനെ ചുമയ്ക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അലീനയ്ക്ക് മനസ്സിലാവുന്നുണ്ട് രോഹിത്തിൻ്റെ ആരോഗ്യനില അത്ര സുഖകരമല്ല എന്നുള്ളത്. അപ്പോൾ അലീന പറഞ്ഞു, മോനെ നീ ശരിക്കും ആഹാരം പോലും കുടിക്കുന്നില്ല, കഞ്ഞിയൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ട് മോന് കഴിക്കാനും പറ്റുന്നില്ല, നമുക്ക് ഹോസ്പിറ്റലിൽ നിന്നൊന്ന് പോയാലോ? അപ്പം രോഹിത്ത് സമ്മതിക്കുന്നില്ല, എനിക്ക് പറ്റില്ല, മറ്റുള്ളവരെ ഫേസ് ചെയ്യാനോ അല്ലെങ്കിൽ അവിടെ ചെന്ന് ഓരോരുത്തർ ചോദിക്കുന്നതിൻ്റെ മറുപടി പറയാനോ എനിക്കൊന്നും പറ്റില്ല. കാരണം രോഹിത്ത് ഇപ്പോൾ മറ്റുള്ളവരിൽ നിന്നും ഒളിച്ചിരിക്കുക, അല്ലെങ്കിൽ ആരെയും കാണണ്ട, അങ്ങനെയൊക്കെ ഉള്ളൊരു ചിന്താഗതിയിലാണ് എന്നുള്ളത് അലീനയ്ക്ക് മനസ്സിലാവേണ്ട കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് പെട്ടെന്നൊരു ചുമ വരണം. ഈ ചുമ വരുന്ന സമയത്ത് രോഹിത്തിന് ബ്രീത്ത് ചെയ്യാൻ പോലും വല്ലാത്തൊരു അസ്വസ്ഥതയായിരുന്നു. ഈ ചുമച്ച് വെളിയിലോട്ട് പോയി അങ്ങനെ വാഷ് ബേസിനെ പോയി തുപ്പാൻ പോലും രോഹിത്തിന് ഉള്ള ആരോഗ്യമില്ല. അപ്പോൾ രോഹിത്ത് തുപ്പുന്നതിൽ അതിൽ പോലും ബ്ലഡിൻ്റെ അംശം വരെയാണ്. ഇത് കണ്ടപ്പോൾ അലീനയ്ക്കൊരു വല്ലാത്ത ഭയം തോന്നുകയാണ്. അപ്പോൾ അലീന പറഞ്ഞ, മോനെ നിൻ്റെ കണ്ടീഷൻ ഒട്ടും ബെറ്ററായിട്ട് തോന്നുന്നില്ല, നമുക്ക് ഹോസ്പിറ്റലിൽ പോയാലോ? എന്തെങ്കിലും വന്നു പോയാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം നിൻ്റെ ശരീരം മുഴുവനും നല്ല രീതിയിലുള്ള ചതവ് കിട്ടിയിരിക്കുകയാണ്, നമുക്ക് പോവാടാ മോനെ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ രോഹിത് എന്ത് ചെയ്താൽ ഹോസ്പിറ്റലിൽ പോകാൻ കൂട്ടാക്കുന്നില്ല. ഇതേ സമയം നമ്മുടെ ബബിത അങ്ങോട്ട് കയറി വരികയാണ്. അപ്പോൾ അലീന പറഞ്ഞു, അലീന ചേച്ചി എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചപ്പോൾ, ഇല്ല മോളെ, ഒരു കുറവുമില്ല, ഹോസ്പിറ്റലിൽ പോകണതായിരുന്നു നല്ലത്, പക്ഷേ രോഹിത് സമ്മതിക്കില്ല, ഞാൻ പോയി അച്ഛനെ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറയാം. അപ്പം അലീന പറഞ്ഞു, ഇല്ല, വിളിച്ചിട്ടും കാര്യമൊന്നുമില്ല, കാരണം രോഹിത് പോകാൻ കൂട്ടാക്കൂലടി മോളെ എന്ന് പറഞ്ഞു. നമുക്കൊരു കാര്യം ചെയ്യാം, അവനെ നന്നായിട്ട് കെയർ ചെയ്യാം, മോള് പോയിട്ട് കുറച്ച് ചൂടുവെള്ളം കൊണ്ടുവരാൻ പറയാം. അങ്ങനെ ബബിത പോയി കുറച്ച് ചൂടുവെള്ളമൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. രോഹിത്തിൻ്റെ ഷർട്ടൊക്കെ ഊരി മാറ്റിയിട്ട് അലീന നന്നായിട്ട് തുടച്ച് ബോഡിയൊക്കെ നന്നായിട്ട് കെയർ ചെയ്ത് തുടച്ച് നല്ല ക്ലീൻ ചെയ്ത്
എടുത്തിട്ട് നല്ല രീതിയിലുള്ള ഒരു പനിയൊക്കെ കുറയാനുള്ള മരുന്നും കാര്യങ്ങളൊക്കെ ചെയ്ത് നെഞ്ചൊക്കെ നന്നായിട്ട് തിരുമി, കാലൊക്കെ നന്നായിട്ട് തിരുമി, അങ്ങനെയൊക്കെ എത്രത്തോളം കെയർ ചെയ്യാൻ പറ്റുമോ കെയർ ചെയ്യണം കേട്ടോ. ഇതൊക്കെ കണ്ടിട്ട് ബബിതയ്ക്ക് മനസ്സിലാവണില്ല അലീന ഇത്രയ്ക്കൊരു ഇതായിട്ടുള്ളൊരു സ്ത്രീ ആയിരുന്നു അലീന എന്നുള്ളതൊക്കെ ചിന്തയായിരുന്നു കേട്ടോ ബബിതയ്ക്ക് ഉള്ളുകൊണ്ടങ്ങ് സങ്കടം സഹിക്കാൻ പറ്റുന്നത്. കാരണം ഇങ്ങനത്തെ ഒരു ചേച്ചിയുടെ അടുത്താണല്ലോ ഞാനൊക്കെ വെറും ഒരു ക്രൂരമായ പ്രവൃത്തിയും സംസാരവും സംസാരിച്ചത് എന്നുള്ള ചിന്താഗതിയായിരുന്നു. അത് കഴിഞ്ഞ് ബബിത ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതേ സമയം നമ്മളെ കൃഷ്ണമോള് വന്നപ്പോഴത്തേക്ക് അലീന ഉറക്കം പോലും ഇല്ലാണ്ട് രോഹിത്തിനെ നോക്കുകയാണ്. അപ്പോൾ രോഹിത്തിന് ഇങ്ങനെ ചുമയും പനി കൂടുതലാണെന്നുള്ള കാര്യമൊക്കെ അലീന പറഞ്ഞായിരുന്നു കൃഷ്ണമോളുടെ അടുത്ത്. അപ്പോൾ കൃഷ്ണമോള് പറഞ്ഞു നമുക്ക് എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം, രോഹിത്തേട്ടൻ പറയണ കാട്ടണ്ടെന്ന് പറഞ്ഞിട്ട് കൃഷ്ണമോൾ ഓടിച്ചെന്ന് ബാലേന്ദ്രൻ്റെ അടുത്ത് പറയണം. അങ്ങനെ ബാലേന്ദ്രൻ വന്നപ്പോഴേക്കും രോഹിത്തിൻ്റെ അവസ്ഥ അലീന പറഞ്ഞു. അച്ഛാ പക്ഷെ അവൻ ഹോസ്പിറ്റലിൽ പോകാൻ കൂട്ടാക്കില്ല എന്ന് പറഞ്ഞു. മോളെ നീ എന്താ ഈ പറയണ, അവൻ്റെ അവസ്ഥ അത്ര ബെറ്റർ അല്ല, അവൻ പറയണേ നോക്കിയിരുന്നു കഴിഞ്ഞാൽ അവൻ്റെ ആരോഗ്യനില അത്ര നല്ലതല്ല, നമുക്ക് കൊണ്ടുപോകണം. ഇല്ല ആദ്യത്തെക്കാട്ടിൽ ഇപ്പോൾ പനി കുറഞ്ഞിട്ടുണ്ട്, നമുക്ക് നോക്കാം, കുറച്ച് നേരം കൂടെയൊക്കെ നോക്കിയിട്ടും ഒരു മാറ്റവും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുപോകാം, അവൻ്റെ അടുത്ത് ചോദിക്കാൻ നിൽക്കണ്ട എന്നുള്ള രീതിയിൽ നിന്നു കേട്ടോ. ഇതേ സമയം കൃഷ്ണമോള് നമ്മുടെ വൈജയന്തി നോക്കുമ്പോൾ കൃഷ്ണമോള് പോവാണ്. അപ്പോൾ വൈജയന്തി വിളിച്ചു കേട്ടോ കൃഷ്ണമോളെ, എന്തായി രോഹിത്തിന് എങ്ങനെയുണ്ട്, എന്താവാനാ, ഒരു കുറവുമില്ല അമ്മ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അമ്മ ഒന്ന് പോയി പോലും നോക്കിയില്ലല്ലോ, ഞാൻ എന്തിനാ നോക്കണത്, നിങ്ങളുടെ അലീന ചേച്ചി ഉണ്ടല്ലോ രോഹിത്തിനെ ശുശ്രൂഷിക്കാൻ. എടി ഇവിടെ കിടന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ, നിങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക, സുഖമില്ലാത്ത ഒരാളെ വീട്ടിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ, പനി കൂടുതലാണെങ്കിൽ കൊണ്ടുപോകണം ഹോസ്പിറ്റലിൽ, അല്ലാണ്ട് എന്താ ചെയ്യണേന്നൊക്കെ പറഞ്ഞ് വൈജയന്തി ചൂടാവേണേ. അപ്പോൾ നമ്മൾ കൃഷ്ണമോള് പറഞ്ഞു അതിന് വരണ്ടേ അമ്മ, രോഹിത്തേട്ടൻ ഒരേ വാശിയിലും പിടിവാശിയിലും നിൽക്കുക, അങ്ങനെ അവൻ്റെ വാശിക്കാണോ വിടണത്, പനി കൂടിപ്പോയി എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യണേ എന്നുള്ള രീതിയിലൊക്കെ നിൽക്കണം. അപ്പോഴും കൃഷ്ണമോള് അലീനെ നോക്കുന്നതും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാത്രിയായി, അപ്പം നന്നായിട്ട് ഉറങ്ങുന്നുണ്ട്. ഇടയ്ക്ക് ചുമ വരുമ്പോൾ പെട്ടെന്നൊന്ന് ബാക്ക് വശമൊക്കെ ഒന്ന് തിരുമ്മി കൊടുക്കണം, നെഞ്ചൊക്കെ ഒന്ന് തിരുമ്മി കൊടുക്കണം. അതുകൊണ്ട് അലീന ഒരു പോള കണ്ണടയ്ക്കാണ്ട് രോഹിത്തിനെ നോക്കുകയാണ്. ഇടയ്ക്ക് നമ്മുടെ ബബിതയും എണീറ്റ് വന്നിട്ട് നോക്കണം. ആ നോക്കുന്ന സമയത്തൊന്നും അലീന ഉറങ്ങിയിട്ടേ ഇല്ല കേട്ടോ, രോഹിത്തിനെ നോക്കിക്കൊണ്ട് തന്നെ കാലും കൈയൊക്കെ തിരുമ്മി അങ്ങനെ അങ്ങ് ശുശ്രൂഷിക്കണം കേട്ടോ. അലീന പറഞ്ഞു ഞാൻ വേണമെങ്കിൽ കുറച്ച് നേരം, അപ്പം ബബിത പറഞ്ഞു ഞാൻ വേണമെങ്കിൽ കുറച്ച് നേരം രോഹിത്തേട്ടൻ്റെ അടുത്ത് ഇരിക്കാം, അലീന ചേച്ചി കിടക്കാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ അതൊന്നും അലീന കൂട്ടാക്കാൻ നിന്നില്ല. കാരണം ഈ പനി ഇത്രയും കൂടി നിൽക്കുകയും ചുമ ഇങ്ങനെ വരുന്നതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് പെട്ടെന്ന് വന്നു പോയാലോ എന്നുള്ളൊരു പേടി അലീനയ്ക്കും ഉണ്ട്. അങ്ങനെ പിറ്റേന്നായപ്പോഴേക്കും നമ്മുടെ രോഹിത്തിൻ്റെ ടെമ്പറേച്ചറൊക്കെ ഒന്ന് കുറച്ചങ്ങ് കുറയാണ് കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ അലീനയ്ക്ക് ഒരു സമാധാനം ആവുകയാണ്. പിന്നെ ഒരു ഇച്ചിരി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് ഫ്രഷായി എല്ലാം ഒന്ന് ഇതായി കഴിഞ്ഞപ്പോൾ അലീന ചൂടൻ കഞ്ഞിയൊക്കെ കൊടുത്തപ്പോൾ കുറച്ചൊക്കെ കഴിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രോഹിത്തിന് ഒരുവിധം ഒരു ഉന്മേഷമായിട്ടുണ്ട്. പക്ഷേ ഇന്നലെ രാത്രി അങ്ങ് വല്ലാണ്ട് ശരീരത്തിനൊരു ബുദ്ധിമുട്ട് വന്നപ്പോൾ എല്ലാവരും ഒന്ന് പേടിച്ചു പോയി. നന്നായിട്ട് ചങ്കിന് നീർക്കെട്ട് പിടിച്ചുള്ളൊരവസ്ഥയാണ് രോഹിത്തിൻ്റേത്. കാരണം ഒന്നാമത് ഹോസ്പിറ്റലിൽ പോകാൻ വിളിച്ചാൽ വരില്ല, അങ്ങനെയൊക്കെയുള്ള പല സിറ്റുവേഷനും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ബബിതയും നമ്മുടെ കൃഷ്ണമോളും അലീനയുടെ ഒപ്പം തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെയാണ് നമ്മുടെ ബാലചന്ദ്രൻ മനസ്സിൽ ഓർക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ അലീന കാരണം തൻ്റെ കുടുംബം മുഴുവനും തിരിച്ച് കിട്ടുകയാണ് ഓരോ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ. അപ്പോൾ ബാലചന്ദ്രൻ അലീനയോട് ചായ എന്തോ കൊടുക്കാൻ പോകുന്ന സമയത്ത് അലീനയോട് സംസാരിക്കുന്നുണ്ട്. മോളെ നീ കാരണം നീ ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനു മുന്നേ തന്നെ മരിച്ചു പോയതിൻ്റെ മോളെ, എൻ്റെ കുടുംബം, എൻ്റെ മക്കൾ, ഒരാൾ പോലും ചിലപ്പോൾ ഈ വീട്ടിലുണ്ടാവില്ല, ആരൊക്കെ ജീവിച്ചിരിപ്പുണ്ടോ ഒന്നും എനിക്കറിയില്ല. പക്ഷെ നീ ഒരാളുള്ളത് കാരണം മോളെ ഇന്ന് എൻ്റെ കുടുംബം ഈ ഒരു രീതിയിൽ ഇങ്ങനെ കെട്ടുറപ്പോടെ നിൽക്കുന്നത് എന്നൊക്കെ ബാലചന്ദ്രൻ പറയണേ. അച്ഛൻ അങ്ങനെയൊന്നും അച്ഛൻ എന്നോട് സംസാരിക്കേണ്ട, അതെല്ലാം നമുക്ക് ഓരോ സമയത്ത് നമുക്ക് ചിലപ്പോൾ മോശ സമയം വരും, ചിലപ്പോൾ നല്ല സമയം വരും, അതൊക്കെ നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ നോക്കണം അച്ഛാ. അല്ലാണ്ട് നമ്മൾ തളർന്നിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം അതുപോലെ ആയിപ്പോകും എന്നൊക്കെയുള്ള ഒരു സിറ്റുവേഷൻ, ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ അലീന ബാലചന്ദ്രനോട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വൈജയന്തി ആണെങ്കിൽ കൃഷ്ണമോളും ബബിതയൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മുടെ രോഹിത്തിൻ്റെ കാര്യങ്ങൾ ചോദിച്ചാലും അലീന നോക്കുന്നുണ്ട്, അലീന കെയർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പനി കുറഞ്ഞു, അലീന നോക്കിയതുകൊണ്ട് ഉറക്കമൊഴിഞ്ഞു, അലീന ചേച്ചി നോക്കിയതുകൊണ്ട് ഇപ്പോൾ രോഹിത്തേട്ടൻ ഒരുവിധം ബെറ്ററായി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. വൈജയന്തിക്ക്
സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഒട്ടും പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ ബബിത ചെന്നപ്പോൾ വൈജയന്തിയുടെ റൂമിൽ ചെന്ന സമയത്ത് പറഞ്ഞു, ഒരമ്മ നോക്കുന്ന പോലെ അലീന രോഹിത് ഏട്ടനെ നോക്കിയത്. ആ ഒരു നോട്ടം കൊണ്ട് ഇന്നിപ്പോൾ രോഹിത് ഏട്ടൻ്റെ പനിയൊക്കെ കുറഞ്ഞ് ഇപ്പോൾ ആഹാരമൊക്കെ കഴിച്ചു തുടങ്ങി. ഇതൊക്കെ കേൾക്കുമ്പോൾ വൈജയന്തിക്ക് അങ്ങോട്ട് ദേഷ്യമാണ്. എന്തൊക്കെ വായി വരുന്നു അതൊക്കെ ബബിതയുടെ അടുത്തൊക്കെ പറയുന്നുണ്ട്, കൃഷ്ണമോളുടെ അടുത്തും പറയുന്നുണ്ട്. അപ്പോൾ അവർ കുറച്ച് നേരം കേട്ട് നിന്നിട്ട് പിന്നെ അങ്ങ് തിരിച്ച് പോവാണ് കേട്ടോ. ഇതേ സമയം നമ്മുടെ മനുശങ്കർ നമ്മുടെ നെടുമ്പുരയ്ക്കിലോട്ടൊന്ന് വരെയാണ്. അപ്പോൾ വന്ന സമയത്ത് തന്നെ വൈജയന്തിയുടെ കണ്ണിലാണ് ആദ്യം ചെന്ന് പോണത്. അപ്പോൾ വൈജയന്തി പറയാം, മനു എന്തൊക്കെയുണ്ട് വിശേഷം, ഇവിടെ എന്തുണ്ട് അതിൻ്റെ വിശേഷം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും അലീനയുടെ 100 കുറ്റങ്ങളങ്ങ് പറയണ്. ഇവിടെ എൻ്റെ മക്കൾ പോലും എന്നെ ഒറ്റപ്പെടുത്തി അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ മനുശങ്കർ ചോദിച്ചു, അല്ല ആൻറ്റിയോട് അലീന എന്ത് തെറ്റാണ് ചെയ്തത്? അവളോട് ഇത്രയേറെ ദേഷ്യവും വിരോധം വരാൻ എന്താണ് കാരണം? ഇപ്പോൾ ബബിത പോലും അലീന ചേച്ചി എന്നല്ലാണ്ട് വിളിക്കില്ല. ഓരോരോ മാറ്റങ്ങളെ അവൾ ആരെയൊക്കെ കയ്യിലെടുത്ത് ഒരുമ്പെട്ടവൾ, എൻ്റെ കുടുംബം നശിപ്പിച്ച് നാറാണത്ത് കല്ലെടുത്തവൾ എന്നൊക്കെ പറഞ്ഞ് അലീനെ പറയണേ. പക്ഷേ നല്ല തക്ക മറുപടി നമ്മുടെ മനുവും വൈജയന്തിക്കിട്ട് നന്നായിട്ട് തന്നെ കൊടുക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് മനു നേരെ നമ്മുടെ രോഹിത്തിനെ കാണാൻ പോകണം. അപ്പോൾ അവിടെ ചെന്നപ്പോൾ മനു കാണുന്ന രംഗം, രോഹിത്തിന് ഭക്ഷണം വാരി കൊടുക്കുകയാണ് അലീന. ആ ഒരു സ്നേഹം തിരിച്ച് അവൻ അതുപോലെ തന്നെ അലീന കൊടുക്കുന്നത്, ആ ഒരു ഓമനത്വത്തോടു കൂടി കഴിക്കുകയും ആ ഒരു ചേച്ചി അനിയൻ തമ്മിലുള്ള ആ ഒരു ബന്ധം എന്ന് വെച്ചാൽ അലീന അവരൊക്കെ രോഹിത്ത് അക്സെപ്റ്റ് ചെയ്തു എന്നുള്ള ഒരു, അംഗീകരിച്ചു ചേച്ചിയായിട്ട് എന്നുള്ളൊരു സന്തോഷമൊക്കെ മനുവിന് കണ്ടപ്പോൾ വല്ലാണ്ടാവേണം കേട്ടോ. എന്നിട്ട് മനു കുറച്ച് നേരം രോഹിത്തിൻ്റെ അടുത്ത് ഇരിക്കുകയും അലീനയോടും മനുവിൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. കുറച്ചൊക്കെ മനു തിരിച്ച് മറുപടി പറഞ്ഞു. പക്ഷേ അവെങ്കിലും പറ്റില്ല ആളിന് ഒട്ടും തന്നെ. അങ്ങനെ മറ്റുള്ളവരോടത്ത് ഒന്നാമത് മറ്റുള്ളവരുടെ മുമ്പിൽ വരാനല്ലോ നമ്മുടെ രോഹിത്തിനൊരു മടിയാണ്. അത് അലീനയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. കാര്യം എന്ന് വെച്ചാൽ രോഹിത്ത് എല്ലാവരിൽ നിന്നും ഒന്ന് മാറണം, അല്ലെങ്കിൽ എല്ലാവരിൽ നിന്നും ഒളിച്ചോടും പോലെ, ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടി ഒരിടത്ത് ഒതുങ്ങി എന്നുള്ളൊരു രീതിയിലാണ് രോഹിത്ത് ആലോചിക്കുന്നത് മനസ്സിൽ, അങ്ങനെ ഒരു ജീവിതം. പക്ഷെ ഒരിക്കലും അലീന അതിനായിട്ട് സമ്മതിക്കില്ല. രോഹിത്തിനെ കൈപിടിച്ച് ജീവിതത്തിലോട്ട് കൊണ്ടുവരിക തന്നെ അലീന ചെയ്യുക. കാരണം മറ്റുള്ളവരെ മുന്നിൽ ഫേസ് ചെയ്ത് നിൽക്കാനുള്ള ഒരു പ്രാപ്തി, അതാണ് അലീന രോഹിത്തിനെ വാർത്തെടുത്ത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. അത് കഴിഞ്ഞ് പിന്നെ മനുശങ്കർ നമ്മുടെ ബാലേന്ദ്രനുമായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. തൻ്റെ കുടുംബത്തെ ഓരോരോ കാര്യങ്ങളായിട്ടെല്ലാം എല്ലാം റെഡിയായി വരുന്ന ഒരു സിറ്റുവേഷനൊക്കെയാണ് നമ്മുടെ മഴതോരും മുമ്പേ സീരിയൽ. പക്ഷേ അമ്പിനും വില്ലിനും അടുക്കാത്ത ഒരാൾ നമ്മുടെ വൈജയന്തി മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം നമ്മുടെ മഴതോരും മുൻപേ സീരിയലിൻ്റെ പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അല്ലേ. അപ്പോൾ നല്ലൊരു ശുഭരാത്രി പറയുന്നു. അതിനോടൊപ്പം തന്നെ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് നമ്മുടെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എല്ലാവരും നമ്മുടെ സുമി മുഫാസ് ടേസ്റ്റി കിച്ചൻ എന്ന ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ നമ്മുടെ സുമി മുഫാസ് മനസ്സിൽ ചാനലിൽ നെക്സ്റ്റ് വീക്ക് കാറ്റത്തെ കിളിക്കൂട് സീരിയലിൻ്റെ പ്രൊമോ വീഡിയോ ഇട്ടിട്ടുണ്ട്. എല്ലാവരും കാണുക, കണ്ട് ലൈക്കും ഹൈപ്പും കൊടുക്കുക, സപ്പോർട്ടും ചെയ്യുക കേട്ടോ. അപ്പോൾ നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ നമ്മുടെ പ്രൊമോ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.